സങ്കീർത്തനം വായിച്ച കർത്താവിൻ്റെ പതിവുണ്ടായിരിക്കാം. 51-ാമത്തെ സങ്കീർത്തനം. സങ്കീർത്തനം 51. വാക്യം ആവർത്തിച്ച് വായിക്കാം. 51-ാം സങ്കീർത്തനം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും ഇരിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഓടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങളെ കാണാതവണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. നിന്റെ പ്രസാദപ്രകാരം സീയോനോട് നന്മ ചെയ്യണമേ. യെരുശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ, പരിശുദ്ധനായ കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ആരാധനയ്ക്കായി കൂടി വന്നല്ലോ. വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ജനത്തെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ പ്രാണന്റെ പുഷ്ടിക്ക് വേണ്ടിയിട്ടുള്ളത് കർത്താവ് സ്വർഗത്തിൽ നിന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ. പിതാവേ, കർത്താവിൻ്റെ ആത്മാവ് തന്നെ പ്രവർത്തിക്കണം. യേശു തന്നെ മഹത്വം കൊടുക്കുമാറ് പ്രവർത്തിക്കണമേ. കർത്താവെ, സഭയെ അനുഗ്രഹിക്കണമേ. ഉപവാസം പ്രാർത്ഥനയുമായി കർത്താവിലായിരിക്കാവുന്നല്ലോ. എല്ലാവരെയും എൻ്റെ കർത്താവ് സന്ദർശിക്കുമാറാകട്ടെ. വിടുതലിലേക്ക് നയിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമുക്കിരിക്കാം. തുല്യമീ ജീവിതം വയലിൽ, തുല്യമീ ജീവിതം വയലിൽ, ഓമെന്ന പോലിതു പോക്കുന്നതുലകിൽ, ഓമെന്ന പോലിതു പോക്കുന്നതുലകിൽ, വാഴ്ത്തുക നീ മനമേ, എന്നരമേ വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ, എന്നരമേ
കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം സഭാരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ കേൾക്കാവോ? കർത്താവിൻ്റെ ദയയാണ് നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നൽകി തരുന്നത്. ആരാധന എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധന വരുന്ന ഒരുവൻ മടങ്ങുന്നത് എങ്ങനെയാണ്? കാരണം പറയുന്നത് ആരാധനക്കാരന് പൂർണ്ണ സമാധാനം വരുത്തുവാൻ സാധ്യമില്ലാത്ത യാഗം പഴയ നിയമത്തിൽ കഴിച്ചു വന്നു. അപ്പോൾ പുതിയ നിയമത്തിലോ പൂർണ്ണ സമാധാനത്തിൽ. അപ്പോൾ മടങ്ങുന്നത് എങ്ങനെ മടങ്ങണം? പൂർണ്ണ സമാധാനത്തിൽ മടങ്ങണം. അതാണ് സ്വന്തം. അതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിക്കണം. ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ചാലുള്ള പ്രത്യേകത എന്താ? ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിക്കുന്ന പ്രാണൻ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? സംസാരിക്കാൻ തുടങ്ങുന്നു. ആത്മീയ മണ്ഡലങ്ങളിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കതിൻ്റെ പ്രാധാന്യം നമുക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. ആത്മീയ മണ്ഡലങ്ങളിൽ ശരീരം അങ്ങ് വിട്ട് കഴിയുമ്പോഴാണ് സംസാരിക്കുന്നത്. അത് ഈ ലോകത്തിൽ വെച്ച് തന്നെ നമുക്കത് കർത്താവ് വെളിപ്പെടുത്തി തരും. അതായത് നമുക്ക് ഉച്ചരിക്കാൻ പറ്റാത്ത നിലയിൽ നമ്മൾ ബന്ധനം കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് അവരെയാണ് എന്തെന്ന് പറയുന്നത്? മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ മൗനതയിൽ ഇറങ്ങണം. ആ മൗനത എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാലുള്ള പ്രത്യേകതയാണ് അവരെ പ്രാണനെ കർത്താവ് സംസാരിക്കാൻ പ്രാപ്തരാക്കും. എന്നാൽ അവരുടെ ജീവിതത്തിൽ വീഴ്ച കൊണ്ട് ആ പ്രാണൻ മൗനതയിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് അതും മനസ്സിലാക്കി ഈ ലോകത്തിൽ വെച്ച് തന്നെ ഇന്ന് എൻ്റെ പ്രാണൻ മൗനതയിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് പരിഹാരം കണ്ട് അതിനെ സംസാരിപ്പിക്കത്തക്കവണ്ണം ആക്കി തീർക്കുന്നതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിലെ വിജയം. പക്ഷെ അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അത് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ശ്രദ്ധയോടെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ ഉള്ളിൽ മൃഗങ്ങളെക്കാൾ പ്രത്യേകതയുള്ള ഒന്നുണ്ട്. അതെന്താ? അത് ദേഹിയാണ്. ആ ദേഹി ഉള്ളിൽ ഉണ്ട്. അതിൻ്റെ ചിന്താഗതികളും അതിൻ്റെ ആഗ്രഹങ്ങളും അതിൻ്റെ വിമിഷ്ടങ്ങളും എല്ലാം അറിഞ്ഞിരുന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. അതിൻ്റെ അനുഭവം അതിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഴ്ചയ്ക്ക് സംഗതിയില്ല. ഇന്ന് ഞാനൊരു യാത്ര പോകുമ്പോഴേക്കും ആ യാത്രയിൽ അപകടം ഉണ്ടെങ്കിൽ അത് ആരറിയുന്നു? ദൈവം അറിയുന്നു. ആ ദൈവം അറിഞ്ഞത് ആരോട് പറയും? അവിടെ പ്രാണനോട് പറയും. അപ്പോൾ നമ്മൾ പ്രാണന് പോകുമ്പോൾ ഇന്ന് യാത്ര തെറ്റാണെങ്കിൽ എനിക്കെന്തുണ്ടാകും? പറ, അത് ശരിയാ. ഞാൻ പറഞ്ഞേ, അതായത് 140 സങ്കീർത്തനം അത് അറിയാവുന്ന ഒരാൾ പറഞ്ഞതാ. എന്നാൽ പിന്നെ പറഞ്ഞ 152 സങ്കീർത്തനം 3-ാം വാക്യം. എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാത അറിയുന്നു. അപ്പോൾ നീ പോകുന്ന പോക്ക് അപകടം ഉണ്ടെങ്കിൽ അവിടെ അറിയാൻ പറ്റും. എവിടെ? പ്രാണിൽ നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും? വിഷാദിച്ച്. കാരണം എന്താ? നമ്മുടെ പോക്ക് തെറ്റാണെങ്കിൽ അത് ദൈവം അറിയുന്നു. ആ ദൈവം നമ്മുടെ പ്രാണനോട് അറിയിച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ പിന്നെ നമ്മളോട് നേരിട്ട് പറഞ്ഞപ്പോൾ കർത്താവ് പ്രാണനോട് പറയുന്നത് എന്തിനാ? ദൈവം മനുഷ്യന്റെ പാപത്തിന് ശേഷം ദൈവം മനുഷ്യനോട് നേരിട്ട് സംസാരിക്കുന്നില്ല. പാപത്തിന് ശേഷമാണോ? പിന്നെ എങ്ങനെ സംസാരിക്കുന്നു? സംസാരിക്കുന്നത്? കർത്താവ് പാപത്തിന് ശേഷം മനുഷ്യൻ പാപം ചെയ്തതിന് ശേഷം അവനോട് വ്യക്തിപരമായിട്ട് ദൈവം സംസാരിക്കില്ല. അവരുടെ പ്രാണനോട് സംസാരിക്കും. ആ പ്രാണനോട് സംസാരിക്കുന്നതിനാണ് പറയുന്നത് എന്താ? സംഖ്യാപുസ്തകം 12-ാം അധ്യായം
12-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം 4 മുതൽ. പെട്ടെന്ന് യഹോവ മോശെയോടും അഹരോനോടും മിര്യാമിനോടും നിങ്ങൾ മൂവരും സമാഗമന കൂടാരത്തിന്റെ പരിമിതി നിർമ്മിച്ചു. അവർ മൂവരും ചെന്നു. യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതിൽക്കൽ നിന്നു അഹരോനെയും മിര്യാമിനെയും വിളിച്ചു. അവർ ഇരുവരും അങ്ങോട്ട് ചെന്നു. പിന്നെ അവൻ അരുളി ചെയ്തത്, എന്റെ വചനങ്ങളെ കേൾപ്പീൻ. എന്റെ വചനങ്ങളെ കേൾപ്പീൻ. ദൈവം പറയുന്ന വാക്കാണ്, എന്റെ വചനങ്ങളെ കേൾപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയെ ഞാൻ അവന് ദർശനത്തിൽ നിന്ന് വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. മതി. അപ്പൊ പാപം സമയം മുതൽ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത് ഏതിൽ കൂടിയാ? സ്വപ്നത്തിൽ കൂടി, ദർശനത്തിൽ കൂടി. സ്വപ്നത്തിൽ കൂടിയും ദർശനത്തിൽ കൂടിയാണ് ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നത്. കേട്ടാണ്. യേശു കണ്ട ഒരു ദർശനം പറയാം, പറയുന്നവർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു സമ്മാനമാണ്. യേശു കണ്ട ഒരു ദർശനം അല്ലെങ്കിൽ യേശു കണ്ട ഒരു സ്വപ്നം. യേശു കണ്ട ദിവസം നോക്കണം, എനിക്ക് പിന്നെ നോക്കിയാലും മതി. എന്നാൽ അങ്ങനെ ഒന്ന് യേശു കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തൽക്കാല നമ്മുടെ ഉപദേശത്തിൻ്റെ ആകെ പ്രശ്നങ്ങളായി. യേശുവിനെ സ്വപ്നത്തിലല്ല, സ്വപ്നവും ദർശനവും ആർക്കുള്ളതാണ്? പാപികൾക്കുള്ളത്, പാപത്തിൽ വീണവർക്കുള്ളത്. യേശുവിനോട് ദൈവം എങ്ങനെയാണ്? നേരിട്ട് കേട്ടാ. ഒരിക്കലും അതെപ്പോഴും ശ്രദ്ധിച്ചോളണം. ദൈവം യേശുവിനോട് സംസാരിക്കുന്നത് മാത്രം നേരിട്ടാണ്. മോശയോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ദൈവം പാപത്ത് മുതൽ നമ്മുടെ പ്രാണനോട് സംസാരിക്കും, നേരിട്ട് സംസാരിക്കില്ല. അതിനാണ് ദൈവം സംസാരിക്കാൻ വെച്ചിരിക്കുന്ന മാർഗങ്ങളാണ് 2 മാർഗങ്ങൾ. ഒന്ന് സ്വപ്നവും, ഒന്ന് ദർശനവും. അതുകൊണ്ട് വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു മനുഷ്യൻ നിശ്ചയമായിട്ടും പ്രാപിച്ചിരിക്കേണ്ടത് ഈ 2 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? ദർശനവും സ്വപ്നവും. വിശ്വാസിക്ക് ഉള്ളത് വന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ്, വചനം, ദർശനം, സ്വപ്നം, ഇത് 3-നും ഈ 4 കാര്യത്തിനും അതിൻ്റെതായ പ്രവർത്തനമുണ്ട്. ഏതൊക്കെയാ? ദൈവത്തിൻ്റെ ആത്മാവ്. വരുന്നവർക്ക് ദൈവം എന്ത് കൊടുക്കും? ആത്മാവിനെ കൊടുക്കും. അവർക്ക് അതോടുകൂടി അടുത്തെന്ത് കൊടുക്കും? വചനം കൊടുക്കും. ആ വചനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കും? സ്വപ്നവും ദർശനവും. അതുകൊണ്ടാണ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവൻ വചനത്തെ, ഏറ്റവും അവസാനത്തെ വാക്യമാണ്, ഇതിനെ വചനത്തെ ഉറപ്പിച്ചു പോകും. അപ്പോൾ ഇത് ഉറപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഈ പറയുന്ന 4 കാര്യങ്ങൾ ഏതൊക്കെയാ എന്ന് പറഞ്ഞ്? ആത്മാവ്, വചനം, ദർശനം, സ്വപ്നം. ഈ 4 കാര്യങ്ങൾ വിശ്വാസിയുടെ അവകാശമാണ്. ഇതില്ലാത്ത വിശ്വാസിയല്ല. അതിന് സ്വപ്നത്തിനെതിരെ പുസ്തകമൊക്കെ എഴുതിക്കൊണ്ട് വല്ല കാര്യമുണ്ടോ? പുസ്തകത്തിൽ അതിന് എന്തെല്ലാം എതിരാണ്. ദർശനമില്ല, സ്വപ്നമില്ല, വെളിപ്പാടില്ല എന്നൊക്കെ പറഞ്ഞ് എത്രയോ ഉപദേശങ്ങളാണ്. പക്ഷേ വിശ്വാസിയാണോ? അവൻ ക്രിസ്തീയ സഭയിലാണോ? അവന് 4 കാര്യങ്ങൾ വേണം. ഏതൊക്കെയാ? സ്വപ്നം, ആത്മാവ്, വചനം, സ്വപ്നം, ദർശനം. ഈ 4 കാര്യങ്ങളില്ലാത്തവൻ വിശ്വാസിയല്ല. കാരണം അവനോട് കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കും, അവൻ്റെ പ്രാണനോട് സംസാരിക്കും. അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പിഴവ് വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ അവനോട് രാത്രി ദർശനത്തിൽ എപ്പോഴാണ് സംസാരിക്കുന്നത്? എപ്പോഴാണ്? രാത്രിയിലെപ്പോൾ? ഗാഠനിദ്ര ഉണ്ടാകുമ്പോൾ. ഏത് നിദ്ര? ഒരാൾ ഗാഠനിദ്ര എത്ര ഉണ്ട്? ഒരാൾ 12 മണിക്കൂർ കിടന്നുറങ്ങി. ഗാഠനിദ്രയാണ്? അല്ല. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് ഗാഠനിദ്ര ഉണ്ടാകുന്നത് ചില സമയം മാത്രം. തീർത്തും ആ സമയത്താണ് കർത്താവ് ചെയ്യുന്നത്, ഈ വന്ന് സംസാരിക്കുന്നത്. അങ്ങനെയാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം നിലനിന്ന് പോകും. അതിന് വേണ്ടിയിട്ടാണ് ദൈവം ആദ്യമേ വിശ്വാസത്തിലേക്ക് വരുമ്പോഴേ തൻ്റെ ആത്മാവിനെയും വചനത്തെയും ദർശനത്തെയും സ്വപ്നത്തെയും കൊണ്ടുകൊണ്ട് പോകും. ഇത് മനുഷ്യൻ്റെ അവകാശമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടതായിട്ട് വന്നു പറഞ്ഞു. അന്നന്ന് വേണ്ടത് ഓരോ ദിവസവും നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഒരു വിശ്വാസി തലേദിവസം അറിഞ്ഞിരിക്കും. അതാണ് ദൈവത്തിൻ്റെ വചനത്തിലുള്ള പ്രകാരമുള്ള വ്യവസ്ഥ. അങ്ങനെ ദൈവം അവനെ നടത്തിക്കൊണ്ട് പോകും. അവനെ ഏതെങ്കിലും ആപത്തുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇത് അറിയിക്കും. ആരറിയിക്കും? പ്രാണനെ അറിയിക്കും. പ്രാണനെ അറിയിക്കും. നമ്മളറിയാതെ തന്നെ നമ്മൾ
ഈ ഭൂമിയിൽ ജീവിച്ച് ഉണർന്നിരിക്കുമ്പോൾ തന്നെ ആ ദർശനം കാണും. സ്വപ്നം ഗാഠനിദ്രയിൽ കാണും, ദർശനമോ ഉണർന്നിരിക്കുമ്പോൾ തന്നെ കാണും. ഉണർന്നിരിക്കുമ്പോൾ തന്നെ കാണും. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് വഴി തെറ്റാണെങ്കിൽ ദൈവം കാണുന്നു. അപ്പോൾ തന്നെ നമ്മുടെ പ്രാണനോടെന്ന് കർത്താവ് പറയും അപകടമുണ്ടെന്ന് പറയും. ഈ അപകടം ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാണന്റെയും വിഷാദിക്കും. പ്രാണന്റെ വിഷാദം അറിയുന്നത് ആർക്കാണെന്നറിയാവോ? നീതിമാനാണ് എൻ്റെ പ്രാണന്റെ അവസ്ഥ അറിയുന്നത് ആരാ? നീതിമാനെ മാത്രമേ അറിയാവൂ. ദുഷ്ടത ശകലം വന്നു കഴിഞ്ഞാൽ, അനുസരണക്കേട് ശകലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുമായിട്ടുള്ള ബന്ധം വിട്ടു. പിന്നെ എന്താ അറിയില്ല? പ്രാണന്റെ ഒരവസ്ഥ അറിയില്ല. അതും അവനെയാണ് നമ്മൾ സ്വപ്നത്തിൽ പലരും കാണാറുണ്ട്. ഞാൻ 2 കണ്ണും ഇല്ലാത്തവനായിട്ട് നടക്കുന്നതായിട്ട് കാണിച്ചു തന്നു കർത്താവ്. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എൻ്റെ പ്രാണന്റെ അവസ്ഥ ഞാൻ കാണുന്നില്ല, അറിയുന്നു. അപ്പം അതുകൊണ്ട് ഒരു വിശ്വാസി നമ്മളിപ്പോൾ ഇന്നതെന്ന് പറയാനൊന്നുമില്ല. ഈ സംസാരിക്കുന്നത് ഞാനടക്കം, ഞാൻ ആദ്യമേ എത്രയോ കാലങ്ങൾ ഇത് സൂക്ഷ്മതയോടുകൂടി അറിയണം. പ്രാണന്റെ അവസ്ഥ എന്താണെന്ന് എവിടെ പോയാലും ഏത് കാര്യം ചെയ്താലും അതറിയണം. എന്ത് സംസാരിച്ചാലും അതിലേക്ക് നോക്കണം. ഇങ്ങനെയൊക്കെ ചിന്തിച്ചതാണ്. പക്ഷെ ഒന്ന് പ്രായോഗികമായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അതൊക്കെ അങ്ങ് മറന്നു, ഈ കാര്യങ്ങളൊക്കെ മറന്നു. എന്നാൽ സൂക്ഷ്മതയോടെ നിൽക്കാനായിട്ട് കർത്താവ് തന്നിരിക്കുകയാണ്. അത് അങ്ങനെയുള്ളവരാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു യാത്രയിലേക്ക് പോകുമ്പോൾ, പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ അവൻ ആദ്യം മുട്ടുമടക്കി എങ്ങോട്ട് നോക്കും? തൻ്റെ പ്രാണനെ, തൻ്റെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ നോക്കും. കർത്താവേ, ഞാനിത് പോവുകയാണ്, എൻ്റെ പ്രാണൻ എങ്ങനെ ഇരിക്കുന്നു? ചില മനുഷ്യർ പറയാനായിട്ടില്ലേ, ഈ യാത്ര ഇറങ്ങാനിരിക്കുന്നു, ഒരു തൃപ്തിയില്ല, ഒരു സന്തോഷമില്ല. സന്തോഷമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലെ പ്രാണൻ എന്ത് ചെയ്യുന്നു? സാധിച്ചിരിക്കുക. അപ്പോൾ നമ്മളത് തിരുത്തിക്കൊള്ളണം. ആ സമയത്ത് അത് തിരുത്തിക്കൊള്ളണം. കഴിഞ്ഞ ദിവസം ഒരു യാത്ര, ഒരിക്കലും ഒരു സ്ഥലത്തേക്ക് പോവുക, വൈകിട്ട് രാത്രിയായി. അങ്ങനെ പോകുമ്പോൾ പോകുന്ന സമയത്ത് തന്നെ ദൈവത്തിൻ്റെ ഒരു ആലോചനയുണ്ട്. അപ്പോൾ നമ്മൾ ആപത്തിൽപ്പെടാനും അനർത്ഥങ്ങളിൽ പെടാനും വേണ്ടിയിട്ട് ശത്രു ഓരോ ഇതുമായിട്ട് ബന്ധം അങ്ങ് പിടിക്കും. ഏതുമായിട്ട്? പ്രാണനുമായിട്ട്. പിന്നെ അതറിയില്ലല്ലോ. അങ്ങനെ പോയി അവതരിപ്പിച്ചാണ്. ഇതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ. അത് നമ്മുടെ മാത്രമല്ല, വിശ്വാസ ശ്രേഷ്ഠന്മാരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പലപ്പോഴും ഇപ്പോൾ ദാവീദ് ഇപ്പോൾ ഒന്ന് ചെന്ന് വീണത് അങ്ങനെയാണ്. ഇത് ശ്രദ്ധിക്കുന്നവർക്ക് പോവില്ല. എന്നാൽ വചനം പറയുന്നത് അങ്ങനെ പോകുമ്പോൾ സംഗീതക്കാരൻ ഒരു പ്രവൃത്തിക്ക് വേണ്ടി പോകാൻ സമയത്ത് നോക്കിയപ്പോൾ പ്രാണൻ എന്ത് ചെയ്യുന്നു? വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നു. അപ്പോൾ അവൻ ആത്മാവിനോട് പറയുകയാണ്, എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്താ? നീ എൻ്റെ വിഷാദിച്ചുള്ളിൽ എന്താ? നീ എന്താ അത് വിഷാദിച്ചുള്ളിൽ ഞരങ്ങും? അതിൻ്റെ കാരണം എന്താ? അത് വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സത്യദൈവവും അവൻ്റെ യേശുവാണ്, അല്ലെങ്കിൽ യഹോവയാണ് അവൻ്റെ ദൈവമെങ്കിൽ ദൈവമായിരിക്കും, ദൈവപുത്രനായ ക്രിസ്തുവാണ് അവൻ്റെ മുഖപ്രകാശമെങ്കിൽ അവൻ്റെ പ്രാണൻ ഞരങ്ങില്ല. അതിന് സംശയം വന്നാൽ അപ്പോൾ ആ പ്രാണൻ ഞരങ്ങാൻ തുടങ്ങും. അതുകൊണ്ട് പ്രാണനെ സമാധാനിപ്പിക്കുക. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാവുന്നത്. ഇനി ഞാൻ നിന്നെ സ്തുതിക്കും. ഞാൻ വേറൊരു കാര്യത്തിന് പോവില്ല, ഞാൻ ഒരു അന്യ ദൈവങ്ങളിലേക്ക് പോവില്ല എന്ന് ആർക്ക് ഉറപ്പ് കൊടുക്കുക? പ്രാണൻ ഉറപ്പ് കൊടുക്കുക. ഒരു ദൈവഭക്തൻ്റെ കാര്യം. എന്നിട്ടും അടങ്ങാതെ വരുമ്പോൾ വചനം പറയുകയാണ്, കർത്താവേ, ഞാൻ നിന്റെ രക്ഷയാകുമെന്ന് നീ എൻ്റെ പ്രാണനോട് പറയണം. അപ്പോൾ സങ്കീർത്തക്കാരൻ പറയുകയാണ്, ഞാൻ നിന്റെ രക്ഷയാകുമെന്ന് എൻ്റെ പ്രാണനോട് പറയണം. അപ്പോൾ എന്ത് പറഞ്ഞിട്ടും ആശ്വസിക്കുന്നില്ല. അപ്പോൾ പറയുകയാണ്, കർത്താവിനോട് പറയുകയാണ്, നീ എൻ്റെ പ്രാണനോട് പറയണമേ. എന്ത് പറയണം? ഞാൻ നിന്റെ രക്ഷയാണെന്ന് പറയണം. ഒരു ഭക്തന്റെ പ്രാണൻ അതല്ലാതെ അടങ്ങുകയില്ല. അവിടുന്ന് അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, അമ്മയുടെ അടുക്കൽ മുലകൂടിയ മാറി പയ്യതവൻ എന്ന പോലെ എൻ്റെ ആത്മാവ് എൻ്റെ അടുക്കൽ മുലകൂടി മാറിയതുപോലെയാവും. അവിടെയാണ്
എങ്ങനെയാണ് ഒരു മുലപൊടി മാറിയതുപോലെ ഒരു പ്രാണനായി തീരുന്നത്? മുലപൊടി മാറിയെന്ന് പറഞ്ഞാൽ എന്ത് കുടിക്കണം? പാല് കുടിക്കണം. പാല് കുടിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം പാലായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം? 5 കാര്യങ്ങൾ നീക്കിക്കളയണം. ഏതൊക്കെയാ? സകല ദുഷ്ടതയും, ചതിവും, വ്യാജവും, അസൂയയും, എല്ലാ നുണയും. ഇങ്ങനെ 5 കാര്യങ്ങൾ നീക്കിക്കളഞ്ഞതിന് ശേഷം ഈ വചനം ഗ്രഹിച്ചാൽ മാത്രമേ ഇതെന്തായി തീരുള്ളൂ? പാലായി തീരുള്ളൂ. അങ്ങനെ വചനം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ പ്രാണൻ എന്ത് ചെയ്യും? ശാന്തമായി ഇങ്ങനെ നമ്മുടെ ആത്മാവിൻ്റെ, നമ്മുടെ പ്രാണന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അതെങ്ങനെയായിരിക്കുന്നു എന്ന് ഗ്രഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നവന് ഒരിക്കലും ഒരബദ്ധവും വരികയില്ല. കർത്താവിന് സ്തോത്രം. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ആ പ്രാണൻ നമ്മൾ ആരാധന കഴിയുമ്പോൾ എങ്ങനെയായിരിക്കണം? സമാധാനം. എങ്ങനെ? ഏത് സമാധാനം? പൂർണ്ണ സമാധാനം. പൂർണ്ണ സമാധാനം. കർത്താവിന് സ്തോത്രം. അതിൽ ദൈവം പ്രസാദിക്കണം. അങ്ങനെ ഒരു ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ആരാധന ആർക്കാണ് വെളിപ്പെടുന്നത്? തൻ്റെ വചനം പറയുന്നത് ആരാധന ആർക്കുള്ളതാണ്? ആരാധിക്കാനുള്ള വ്യവസ്ഥ ആർക്കാ? എല്ലാവർക്കും വ്യവസ്ഥയില്ല ആരാധിക്കാൻ. ആർക്കാ വ്യവസ്ഥ? അവർ ഇസ്രായേലിയർ. ആരാധന അവർക്കുള്ളത്. ആരാ ആരാധിക്കേണ്ടത്? ഇസ്രായേലിയർ. ഇസ്രായേലിയർ എന്ന് പറഞ്ഞാൽ ആരാ? നിർമ്മല ഹൃദയമുള്ളവർ, കപടമില്ലാത്തവർ, പിന്നെ ദൈവത്തിൻ്റെ മകൻ. അപ്പോൾ ഈ പദവി ഉള്ളവർക്കാണ് ആരാധന. ആ ആരാധനയിലാണ് അവർക്ക് രക്ഷയുള്ളത്. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നാം ഉപവാസവും പ്രാർത്ഥനയുമായി ദിവസങ്ങൾ ആയിരിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. ലോകമോ തരികിലൊരു സുഖവും മനഃശാന്തിയതും ഇഹലോകമോ തരികിലൊരു സുഖവും മനഃശാന്തിയതും എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. കർത്താവ് സ്തോത്രം. ഉപവാസവും പ്രാർത്ഥനയുമായി കർത്താവിന്റെ സന്നിധിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. നമ്മൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി നമ്മൾ ശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ ഗ്രഹിക്കുകയും അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ ഗ്രഹിക്കാനിടയായി തീർന്നു. എങ്ങനെയൊക്കെയാണ് ശുദ്ധീകരണം? ഒരു മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? എൻ്റെ ആത്മാവിൻ്റെ ശുദ്ധീകരണം, ദേഹിയുടെ ശുദ്ധീകരണം, ജഡത്തിൻ്റെ ശുദ്ധീകരണം. ആത്മാവിൻ്റെ ശുദ്ധീകരണത്താൽ എന്ത് സംഭവിക്കുന്നു? വചനം ഗ്രഹിക്കാനും അതനുസരിക്കാനും സാധിക്കുന്നു. ദേഹിയുടെ ശുദ്ധീകരണത്താൽ നമുക്ക് സഹോദരപ്രീതിയും സാധിക്കുന്നു, ജീവനിൽ പ്രവേശിക്കാൻ. അതായത് 3:13, 1 യോഹന്നാൻ 3:13 എഴുതിയിരിക്കുന്നു. എവിടെയൊക്കെ സാധിക്കുന്നു? ജീവനിൽ പ്രവേശിക്കാനും സഹോദരനെ സ്നേഹിക്കാനും, അതായത് ദൈവസഭയിലായി തീരാൻ സാധിക്കും. മൂന്നാമത്തെ, ശരീരത്തിൻ്റെ ശുദ്ധീകരണത്താൽ സ്വപ്നാവസ്ഥയിൽ നിന്നുള്ള വിടുതലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാഗൽഭ്യവും ഉണ്ടായിത്തീരേണ്ടതായിത്തീർന്നു. വീണ്ടും നമ്മളൊരു ശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതാണ് സാക്ഷാലുള്ള ശുദ്ധീകരണം.
ആ സാക്ഷാല ശുദ്ധീകരണം എന്ന് പറയുന്നത് ആരുടെ ശുദ്ധീകരണമാണ്? വിളിക്കപ്പെട്ടവൻ്റെ. ഒരു സമൂഹത്തെ കർത്താവ് ആരെ ഏൽപ്പിച്ചുവോ, ഒരു ഭവനത്തെ ആരെ ഏൽപ്പിച്ചുവോ, അവൻ മുഖാന്തരം ആ ഭവനം ശുദ്ധീകരിക്കപ്പെടും എന്നുള്ളതാണ് ഏത് ശുദ്ധീകരണം? സാക്ഷാൽ. അതാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. എന്നാൽ വീണ്ടും മറ്റൊന്നു കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ വേലയാലുള്ള ശുദ്ധീകരണം. എങ്ങനെയാണ് കർത്താവിൻ്റെ വേലയാൽ ശുദ്ധീകരിക്കപ്പെടുന്നത്? ഒരു മനുഷ്യൻ കർത്താവിൻ്റെ വേലയാൽ ശുദ്ധീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ആരെയാണ് കർത്താവ് തൻ്റെ വേലയ്ക്കാക്കുന്നത്? കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യാൻ കർത്താവ് ആക്കുന്ന ആരെയാണ്? വിശ്വസ്തന്മാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വചനം പറ. റോമാലേഖനം 6-ാം അധ്യായം 6:22. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ കർത്താവ് സാധനം. അപ്പോൾ ശുദ്ധീകരണത്തിനുള്ള അടുത്ത വഴിയാണ് ഏത്? പാപത്തിൽ അതിന് പ്രാപിച്ച് ദൈവത്തിന്റെ ദാസൻ, ദൈവത്തിന്റെ വേല, ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്താൽ, ദൈവം പറയുന്ന പ്രവൃത്തി ചെയ്താൽ, ദൈവം ഒരു കൽപ്പിക്കുന്ന ഒരു പ്രവൃത്തി നമ്മൾ ചെയ്താൽ അതിനാൽ നമുക്ക് എന്ത് ലഭിക്കും? ശുദ്ധീകരണം ലഭിക്കും. പക്ഷെ അത് അങ്ങ് ആരോടെ പറയുന്നു? ദൈവത്തിന്റെ വേല ചെയ്യാൻ ആരോട് പറയും? എഴുതിയിട്ടുണ്ട്, പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ചിട്ടുണ്ട്. പാവങ്ങൾ, അതായത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടന്നപ്പോഴും ഇത് പ്രാപിച്ചിട്ടില്ല. ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ട്? ആത്മാവ് വിശുദ്ധീകരണം പ്രാപിച്ചു, ദേഹി വിശുദ്ധീകരണം പ്രാപിച്ചു, ദേഹം വിശുദ്ധീകരണം പ്രാപിച്ചു, സാക്ഷാലുള്ള വിശുദ്ധീകരണം ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വിടുതൽ വന്നിട്ടില്ല. ഏതിൽ നിന്ന്? ഏത് പാവം? ഏത് പാവം? മനുഷ്യനോട് മുറുകെ പറ്റുന്ന പാപം. അതായത് പ്രാരംഭം 12-ാം അധ്യായത്തിൻ്റെ 1-ാം ഭാഗത്ത് എഴുതിയിരിക്കുന്നതാണ്. ആകയാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം. പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പാപം എന്ത് ചെയ്യുന്നു? മുറുകെ പറ്റും. എത്ര നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞാലും നമ്മോട് മുറുകെ പറ്റും. വിട്ട് കളഞ്ഞാൽ പോവില്ല. അതിനെത്ര ഉപേക്ഷിച്ചാലും അത് ആ സമയത്ത് അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കും അത് ഒരു നിമിഷം കൊണ്ട് അങ്ങ് പോകാമെന്ന് വിചാരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അത് പോവില്ല, അതവിടെ കിടക്കും. മോശയ്ക്കൊരു സ്വഭാവമുണ്ട്. എന്താ മോശയെ മുറുകെ പറ്റുന്ന പാപം എന്താ? മുറുകെ പറ്റുന്ന പാപമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും ഉണ്ട്. മോശയെ മുറുകെ പറ്റുന്ന പാപം എന്താ? പെട്ടെന്ന് കോപിക്കും. അപ്പോൾ ആദ്യമേ തന്നെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കുക. ഒരാൾ മിസ്രൈമിനും ഒരാൾ ഇസ്രായേലിനും. ഇസ്രായേലിന് തൻ്റെ സഹോദരനാണ്. അവന് ഭക്ഷണം നിന്നേച്ച് മിസ്രൈമിനെ അടിച്ചു കൊന്ന് അവിടെ മറവ് ചെയ്തു. പെട്ടെന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഇത് രാജാവ് അറിഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഓടിപ്പോയി കഴിഞ്ഞതിന് ശേഷം തിരിച്ച് എങ്ങനെ വന്നു? തിരിച്ച് വന്നപ്പോൾ എങ്ങനെയാണ്? ലോകത്തിലുള്ള സകല മനുഷ്യരെക്കാളും സൗമ്യനാണ്. എല്ലാം വിട്ട്, എല്ലാ കാര്യങ്ങളും വിട്ടു. പക്ഷേ പലരും പറയുന്നത് തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാരും. ഇത് തൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കണം, തൻ്റെ തെറ്റെവിടെയാണ് കിടക്കുന്നത്. അതാണ് അതിന് പ്രാരംഭത്തിൽ പറഞ്ഞിരിക്കുന്നത്. മുടന്തുള്ളത് ഉളുക്കി പോകാതിരിക്കണം. എല്ലാവർക്കും ഉണ്ട്. എന്തുണ്ട്? ഒരു മുടന്തില്ലാത്ത ആരുമില്ല. ആ മുടന്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങനെയുള്ളവർ അങ്ങനെയുള്ള വഴിക്കേ പോകാവൂ. ആ മുടന്ത് തനിക്ക് കാര്യം സുഖമില്ല. അപ്പോൾ അങ്ങനെയുള്ള വഴിക്ക് പോകണം. കല്ലും മുള്ളും കടങ്ങും നിറഞ്ഞ വഴി കൂടെ പോയി കഴിഞ്ഞാലോ? അങ്ങനെ പോകരുത്. തൻ്റെ ബലഹീനത എന്താണെന്ന് ഓർത്തുകൊള്ളണം. ഒരിക്കലും മറന്നു പോകരുത്. എപ്പോഴും എൻ്റെ തെറ്റ്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പിഴവ്, എൻ്റെ ബലഹീനത എവിടെ കിടക്കണമെന്ന് ഓർത്തുകൊള്ളണം. ഇല്ല എങ്കിൽ അവൻ അബദ്ധത്തിച്ചാണ്. അങ്ങനെ തൻ്റെ തെറ്റ് തനിക്ക് വീഴാനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ തൻ്റെ മുമ്പിൽ കണ്ടുകൊള്ളണം. ഇല്ല എങ്കിൽ മുടന്തുള്ളത് എന്ത് ചെയ്യും? ഉളുക്കിപ്പോകും. മുടന്തുകൊണ്ട് നടക്കുന്നത് നടക്കാം, പക്ഷേ അങ്ങ് നടന്നു പോവാം. കുളിക്കാലോ? നടക്കാൻ പറ്റില്ല. അതോടുകൂടി യാത്ര തീർന്നു. ഇവിടെയാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. മോശ ഈ കാര്യം അത്ര ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞതിന് ശേഷം സൗമ്യനായി വന്നു.
പിന്നെയും കാര്യങ്ങൾ മുമ്പോട്ട് പോയി. വർഷം 40 ആയി. വർഷം ഏകദേശം 40 ആയില്ല, ഏകദേശം 10-30 വർഷം കഴിഞ്ഞു. ആ സമയമായപ്പോഴേക്കും അവൻ ഇസ്രായേൽ മക്കളെ അവരുടെ മത്സരം കണ്ട് ഈ വർഷങ്ങളായിട്ട് ഈ ജനത്തിൻ്റെ മത്സരം കണ്ട് മടുത്ത് അവസാനം ഒരു സന്ദർഭം വന്നു കഴിഞ്ഞപ്പോൾ, വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവർ കലഹിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കോപം ഉണർന്നു. അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു, പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചതാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എവിടെ പോവില്ല, നീ കനാൻ ദേശത്തെത്തില്ല. നീ ആ പറഞ്ഞ വാക്ക് നിമിത്തം, നീ ആ പറഞ്ഞ അവിവേകം നിമിത്തം കനാൻ ദേശത്തെത്തില്ല. അതാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യന്റെ മുറുകെ പറ്റുന്ന പാപം എന്തിനു വേണ്ടിയിട്ടാണ്. ഒരു സ്ഥലത്ത് ഞാൻ ചെല്ലുമ്പോൾ ഒരു കോമ്പൗണ്ടിനകത്ത് കോഴിയെ വളർത്തുക. കോഴിയുടെ കഴുത്തേൽ ഇത് ഇത്രയുള്ള ഒരു വട്ടം ഒരു കടലാസിന്റെ അട്ടി കടലാസ് തുളച്ചേച്ച് അതിന്റെ കഴുത്തേലിട്ട് 10-12 കോഴിയുണ്ട്. ഇത് എല്ലാത്തിൻ്റെയും ഒരു ഹാർഡ് ബോർഡിന്റെ ഒരു തുളച്ചിട്ട് കഴുത്തേലിട്ടിരിക്കുക. ഇതുങ്ങൾ അതിലെ നടന്ന് കഷ്ടിയൊക്കെ തിന്നുകൊണ്ട് നടക്കുക. പക്ഷേ നോക്കിയപ്പോഴാണ് മനസ്സിലായത് എന്താണെന്നറിയാം, വേലിക്ക് ഉള്ളി കൂടെ പുറത്തേക്ക് വാദിക്കും. വേലിയെ കൂടി ഇത് അപ്പുറത്ത് പോകരുത്, ഇതിനു വേണ്ടി ഉടമസ്ഥം ചെയ്തേക്കണ, എന്നിട്ട് മെയിൻ ഗേറ്റ് അടച്ചിട്ട് വെക്കുക. അപ്പോൾ ഒറ്റ വഴിയും പോകില്ല. ഇതുപോലെയാണ് ശത്രു മനുഷ്യർക്ക് ചെയ്തിരിക്കുന്നത്. എന്താ ചെയ്തിരിക്കണേ, ഇവരോട് ഒറ്റ എവിടെ പോകരുത്, കനാൻ ദേശത്ത് അല്ലെങ്കിൽ സിയോനിൽ എത്തരുത്. അതിന് വേണ്ടിയിട്ട് ഇട്ടേക്കണതാണ് എന്താ, മുറുകെ പറ്റുന്ന പാവം. അതുകൊണ്ട് വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമേ തന്നെ ഇത് കണ്ടുപിടിക്കണം മനുഷ്യൻ. എന്ത് കണ്ടുപിടിക്കണം? മുറുകെ പറ്റുന്ന പാവം എന്ന് കഴിഞ്ഞാൽ മോശയുടെ മുറുകെ പറ്റുന്ന പാപമാണ്. അപ്പം ഞാൻ കോപിക്കണ്ടോന്ന് നോക്കിയാൽ മതിയോ? ഇല്ല. എല്ലാവർക്കും എന്താ, അവരവർക്കുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ വ്യക്തിപരമായിട്ട് ഉണ്ട്. എൻ്റെ പാപമല്ല പാവിൻ്റെ, അതല്ല ടിൻഡോയുടെ, ഓരോരുത്തർക്കും വെച്ചിരിക്കുന്നതാണ്. അതാരും കൊടുത്തിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. ഇതുകൊണ്ട് ഒരിക്കലും ഇത് വെച്ചുകൊണ്ട്, ഈ മുറുകെ പറ്റുന്ന പാപം വെച്ചുകൊണ്ട് ഒരിക്കലും അവിടെ ചെല്ലില്ല. അതുകൊണ്ട് മനുഷ്യൻ അതിനെ ജയിക്കാമെന്ന് വിചാരിക്കണ്ട. കാരണം കാര്യങ്ങളൊക്കെ ഭയങ്കര തീരുമാനം എടുക്കും. ഇനി മേലാൽ ഞാൻ ആ വഴിക്ക് തിരിയില്ല, അങ്ങനെയാണെന്നൊക്കെ തീരുമാനം എടുക്കും. പക്ഷേ ഓർത്തുകൊള്ളണം, സമയമാകുമ്പോൾ ഞാൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ വരുമ്പോൾ, ഏതെങ്കിലും ഒരു പാപത്തിൻ്റെയോ സാഹചര്യം വരുമ്പോൾ, എൻ്റെ ശരീരം എനിക്ക് സൈഡുണ്ടോ? എൻ്റെ ഹൃദയം എനിക്ക് ഉണ്ടോ? ഇല്ല. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ. നമ്മുടെ ഹൃദയം നമുക്ക് അനുകൂലമാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ ശരീരം എപ്പോഴും നമ്മോട് പോരാടിക്കൊണ്ടിരിക്കുക. ഇത് രണ്ടും നമുക്ക് പക്ഷമല്ല, ഇതിൽ നിൽക്കും. ആ സമയത്ത് ഈ മുറുകെ പറ്റുന്ന പാപത്തിന് മനുഷ്യൻ വീണു പോകും. അത് വീണിരിക്കും. ഇത് വീണ് കഴിഞ്ഞാൽ പിന്നെ സന്തോഷമായി, ശത്രുവും സന്തോഷമായി. കാരണം എന്താ, നമ്മളൊന്നും പറഞ്ഞ പോലെ വീട് കെടുത്തേ പാള കെട്ടിയിട്ടിരിക്കുന്ന പോലെ ഇനി അവനോട് കയറില്ല, ഇനി സിയോനിൽ കയറില്ല. ഇത് നോക്കി നടക്കുന്ന അവനെ കൊണ്ട് അത് ചെയ്യിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ, ഇതാണ് ശത്രുവിൻ്റെ ആഗ്രഹം. അവിടെയാണ് ശത്രു ഇങ്ങനെ നടന്നതിന് ശേഷം അവസാനം മോശയെ കിട്ടി. മോശ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു. ദൈവം പറഞ്ഞു, നീ എനിക്ക് കനാൻ ദേശത്ത് കിടക്കില്ല. സന്തോഷമായി, ശത്രുവിന് സന്തോഷമായി. ഇതുപോലെ മനുഷ്യനെ വീഴിക്കാനായിട്ട് ഏതെങ്കിലും തരത്തിൽ വീഴിച്ച് അവരെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാതിരിക്കാൻ ശത്രു ചെയ്യുന്ന പ്രവൃത്തികളുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനം അതാണ്. എന്താണ്? അതായത് ദാവീദിനെ അങ്ങനെ കൊണ്ടുപോയി ഒരു കെണിയിൽ ചാടിച്ചു. ആ കെണിയിൽ ചാടിച്ചു കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യും? കാരണം അവൻ മാറിയത് ചിരിക്കുക. കാരണം എന്താണെന്നറിയാമോ? ഇനി ഇവൻ എവിടെ എത്തില്ല, ഇനി ഇവൻ കനാൻ ദേശത്ത് എത്തില്ല, ഇനി ഇവൻ സ്വർഗീയ സിയോനിലെത്തില്ല. കാരണം എന്താ, ഇവൻ ആരാ? ന്യായപ്രമാണം അനുസരിച്ച് മരണയോഗ്യനാണ്. മരണത്തിന് തക്ക ഒരു ഭാവത്തിൽ അവനെ കൊണ്ടുപോയി ചാടിച്ചു. സന്തോഷമായി. ഈ അവസ്ഥ ഒരു മനുഷ്യന് വന്നാൽ അവനെ എങ്ങനെ പിടിക്കും? എങ്ങനെ പിടിക്കും? നമ്മൾ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വേലയ്ക്ക്
എല്ലാവരും കർത്താവിൻ്റെ വേലയാണ്. എന്നാൽ കർത്താവിൻ്റെ ശുശ്രൂഷ, കർത്താവ് ഏൽപ്പിച്ച ഒരു ശുശ്രൂഷ, ആ ശുശ്രൂഷ ഏറ്റെടുത്ത് പ്രവർത്തിക്കണമെങ്കിൽ അവൻ ആരായിരിക്കണം? അപ്പോൾ നമ്മൾ വായിച്ചല്ലോ, പാപമോചനം പ്രാപിച്ചു. ഏത് പാപം? മുറുകെ പറ്റുന്ന പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചനായിരിക്കണം. ഒരിക്കൽ മോചനം പ്രാപിച്ചതിന് ആയുഷ്കാലത്ത് വരില്ല എന്ന് ചിന്തിക്കണ്ട. മോചനം പ്രാപിച്ചതാ. മോശ എത്ര വർഷം നടത്തി ഇതിന്ന് വിടുവിക്കാൻ വേണ്ടിയിട്ട്? 40 വർഷം നടത്തി. അങ്ങനെ മോശ ലോകത്തുള്ള സകല മനുഷ്യരെക്കാൾ സൗമ്യനായി തീർന്നു. പക്ഷേ ഇത് പോയില്ല. ഏത് പോയില്ല? മുറുകെ പറ്റുന്ന പാപം പോയില്ല. അത് അവനോട് പറ്റിയിരുന്നു. ഇതുപോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതങ്ങ് നീങ്ങിപ്പോയിട്ടല്ലാതെ ദൈവം അവന് ശുശ്രൂഷ ഏൽപ്പിക്കില്ല. ദൈവം ഏൽപ്പിക്കും, ശുശ്രൂഷ കൊടുക്കും. പക്ഷേ അധികാരപ്പെടുത്തി വിട്ട് അവനെ ദൈവത്തിൻ്റെ പ്രതിനിധിയായി വിടുമ്പോഴത്തേക്കും ഇന്ന് മോചനം പ്രാപിച്ചേക്കും. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ആകയാൽ കരുണ ലഭിച്ചിട്ട് 2 കൊരിന്ത്യർ 4:1. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഏത് ത്യജിച്ച്? ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച്. എല്ലാവരുടെ മനുഷ്യരിലും എന്തുണ്ട്? ഒരു രഹസ്യമുണ്ട്. എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലുമുണ്ട് ആ പാപം കിടക്കുന്നു. അത് രഹസ്യമാണ്. അത് ത്യജിച്ച് കർത്താവ് സ്തോത്രം. അതിനാണ് കർത്താവ് ശുശ്രൂഷ കൊടുത്ത് അയക്കുന്നത്. അതിൽ നിന്നും മോചനം പ്രാപിക്കുമ്പോഴാണ്, ആ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുമ്പോഴാണ് കർത്താവ് ശുശ്രൂഷ കൊടുക്കുന്നത്. കർത്താവ് സ്തോത്രം. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ശുദ്ധീകരണത്തിൻ്റെ 5ാമത്തെ ഘട്ടം നമ്മൾ പറഞ്ഞു. 5ാമത്തെ ഘട്ടം ഏതാ പറഞ്ഞേ? കർത്താവിൻ്റെ വേല ചെയ്യണം ശുശ്രൂഷ ചെയ്യാനായിട്ട്, ശുദ്ധീകരിക്കപ്പെടാൻ. കർത്താവിൻ്റെ വേല കൊണ്ടുള്ള ശുശ്രൂഷ. കർത്താവിൻ്റെ വേല കൊണ്ടുള്ള ശുശ്രൂഷയുടെ പ്രത്യേകത എന്താ? കർത്താവ് ഇരിക്കുന്നിടത്ത് ഇരിക്കുന്ന ആരാ? കർത്താവ് ഇരിക്കുന്നിടത്ത് ഇരിക്കുന്ന ആരാ? ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ഇരിക്കും. കർത്താവ് ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. കർത്താവ് എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വേല ചെയ്യണം, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം. കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ ശുശ്രൂഷ ഏൽപ്പിക്കണമെങ്കിൽ പാപമോചനം പ്രാപിക്കണം. പാപമോചനം പ്രാപിക്കണമെങ്കിലോ അതിൻ്റെ 18 വായിക്കും. 6:18. റോമാലേഖനം 6:18. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ നിങ്ങൾ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച്. ഇവിടെയാണ് നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ പൊരുൾ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര ശുദ്ധീകരണത്തെക്കുറിച്ച് പറഞ്ഞു? ആത്മാവിൻ്റെ, ദേഹിയുടെ, ശരീരത്തിൻ്റെ സാക്ഷാലുള്ള ശുദ്ധീകരണമൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു ശുദ്ധീകരണം മനുഷ്യന് ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. തന്നോടൊപ്പം വസിക്കാൻ, ദൈവത്തോടൊപ്പം, കർത്താവിനോടൊപ്പം വസിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം വെച്ചിരിക്കുകയാണ്. അതിന് ശുശ്രൂഷ ചെയ്യണം. ശുശ്രൂഷ ചെയ്യണമെങ്കിൽ പാപമോചനം പ്രാപിക്കണം. പാപമോചനം പ്രാപിക്കണമെങ്കിൽ ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിക്കണം. അപ്പോൾ ഉപദേശ രൂപത്തെ എന്ത് ചെയ്യണം? ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. അപ്പോൾ ഇവിടെയാണ് ഒരു മനുഷ്യൻ സത്യ ഉപദേശം ഗ്രഹിക്കേണ്ടതിൻ്റെയും അതനുസരിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അവിടെയാണ്. അതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം എന്ന് പറയുന്നത്. അതാണ്. അതിനാൽ നീങ്ങിപ്പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. ആ തെസ്സലോനിക്ക ലേഖനത്തിൽ ആറിൻ്റെ 3 1 തിമോത്തി 6:3. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കത്വ ഉപദേശവും അന്യത ഉപദേശിക്കുന്നവൻ അവയാൽ ഉണ്ടാകുന്ന എന്തൊക്കെയാ? അസൂയ, സണ്ട, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികളും അസത്യവാദവുമായ എന്നിവ ഉളവാകുന്നു. അത് എന്തിനാൽ ഉളവാകുന്നു?
സത്യ ഉപദേശമല്ലാത്ത ഉപദേശത്താൽ, അസത്യമായ ഉപദേശത്താൽ. അപ്പൊ സത്യ ഉപദേശത്താൽ ഇതെല്ലാം മാറി. അപ്പൊ സത്യ ഉപദേശം യഥാർത്ഥത്തിൽ പാപമോചനം പ്രാപിക്കണമോ, മനുഷ്യന് അടിമപ്പെട്ടിരിക്കുന്ന, അവന്റെ മുറുകെ പറ്റുന്ന പാപവും അവന്റെ വ്യക്തിപരമായ ബലഹീനതകളും നീങ്ങിപ്പോകണമെങ്കിൽ ഇതൊറ്റ വഴിയോ. ഏതാണ്? ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം മനസ്സിൽ. ഉപദേശം ആർക്ക് വെളിപ്പെടും? ഉപദേശം ആരറിയും? ശുശ്രൂഷകന്, പാസ്റ്റർക്ക് മാത്രമേ ഉപദേശം അറിയാവുള്ളൂ. ഉപദേശം അറിയുന്ന ആരാ? ഉപദേശം അറിയുന്ന ആരാ? യോഹന്നാന്റെ സുവിശേഷം 7:16 വായിക്കും. യേശു പറയുകയാണ്, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചതിൻ്റെതത്രേ. അവന്റെ ഇഷ്ടം ചെയ്യാൻ ഇച്ഛിക്കുന്നവൻ സത്യോപദേശം അറിയാൻ എന്ത് ചെയ്യണം? സത്യോപദേശം അറിയാനായിട്ട് തൻ്റെ ഇഷ്ടമല്ല, പിന്നെയോ തൻ്റെ ഇഷ്ടം എന്ത് ചെയ്യണം? എല്ലാവർക്കും ഉണ്ട്. അത് വിശ്വാസികളായാലും അവിശ്വാസിയായാലും എല്ലാവർക്കും ഉണ്ട് അവരുടേതായ ഒരു താല്പര്യം. അതിന് വ്യക്തി താല്പര്യം എന്ന് പറയും, സ്വന്തം ഇഷ്ടം. വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഈ ഉപദേശവും വചനവും അതങ്ങനെ തന്നെ നിൽക്കും. ഇതങ്ങ് മാറിയില്ലായെങ്കിൽ. ഏത് മാറിയില്ലായെങ്കിൽ? സ്വന്തം ഇഷ്ടം മാറിയതിനു ശേഷം ദൈവത്തിൻ്റെ ഇഷ്ടം എന്തോ അതിനു വേണ്ടി ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ സമയം മുതൽ പഠിക്കാൻ തുടങ്ങുന്നതാണ് എന്താ? അപ്പോസ്തലനായ പൗലോസിനെ എന്തിനാ വിളിച്ചത്? അപ്പോസ്തലനായ പൗലോസിനെ 3 കാര്യങ്ങൾക്കാണ് വിളിച്ചത്. എന്താ? സ്വർഗസ്ഥനായ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടം അറിയുവാൻ, നീതിമാനായവനെ കാണുവാനും, അവൻ്റെ അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 14 വാക്യം. 22-ന്റെ 14. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടം അറിയാൻ. ആരുടെ ഇഷ്ടം അറിയാൻ? ദൈവത്തിന്റെ ഇഷ്ടം അറിയാൻ. അറിയാനും നീതിമാനായവനെ കാണുമ്പോൾ, അതായത് യേശുവിനെ കാണാനും അവന്റെ വായിൽ നിന്നുള്ള വചനം കേൾപ്പാനും വിളിച്ചിരിക്കുന്നു. ഈ 3 കാര്യങ്ങൾക്കാണ് വിളിച്ചിരിക്കുന്നത്. വിശ്വാസത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യം ഗ്രഹിക്കേണ്ടതാണ്, നമ്മളെന്താണ് ഗ്രഹിക്കേണ്ടത്? ദൈവത്തിന്റെ ഇഷ്ടമാണ്. എനിക്ക് പല ഇഷ്ടമുണ്ട്, പക്ഷേ അത് മാറ്റിവെച്ചതിന് ശേഷം ദൈവത്തിന്റെ ഇഷ്ടം അത് നിവർത്തിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് എന്ത് വെളിപ്പെടുന്നത്? ഉപദേശം വെളിപ്പെടും. അവർക്ക് ഉപദേശം വെളിപ്പെടും. അങ്ങനെ ഉപദേശം വെളിപ്പെട്ട് കഴിഞ്ഞാൽ അത് ഹൃദയപൂർവ്വം അനുസരിക്കുമ്പോൾ പാപങ്ങളുടെ മോചനം പ്രാപിക്കും. പാപമോചനം പ്രാപിച്ചവന് കർത്താവ് ശുശ്രൂഷ കേൾക്കുന്നത്, ആ ശുശ്രൂഷ ഓരോന്ന് ചെയ്യുമ്പോഴും എന്തായിത്തീരും? വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള വിശദീകരണമാണ് നമ്മ എവിടെ എത്തിക്കുന്നത്? കർത്താവ് ഇരിക്കുന്നിടത്ത്, യേശു ഇരിക്കുന്നിടത്തുള്ളേ കർത്താവിന്റെ സ്തോത്രം. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിനോട് അടുക്കുവാനും വിശ്വാസയാത്ര പൂർത്തിയാക്കി സിയോനിലെത്തുവാനും ദൈവം ആഗ്രഹിച്ച് നമുക്ക് എൻ്റെ ആത്മാവിനെ തന്നിരിക്കും. അതിനുവേണ്ടി തൻ്റെ ഉപദേശത്തെ തന്നിരിക്കുക. അതിന് വിപരീതമായിട്ടുള്ളതാണ് ഇത് രണ്ടും 2 വശമാണ്. ഏതാ? മുറുകെ പറ്റുന്ന പാപത്താൽ സിയോനിൽ പോകാൻ സാധിക്കാതെ വരും. എന്നാൽ ഉപദേശത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് കഴിഞ്ഞാൽ അവന് സിയോനിൽ പോകാൻ സാധിക്കും. ഇത് 2 വശമാണ്, 2 എതിരാണ്. അതുകൊണ്ടാണ് അതിന് ജയിക്കാൻ വേറൊരു വഴിയില്ല. നമ്മളെ എത്ര ആത്മാവിൻ്റെ ശുദ്ധീകരണം, എത്ര വചനം കേട്ടാലും, അതായത് ഈ വചനത്തിൽ ആയിരക്കണക്കിന് വചനങ്ങൾ അറിയാവുന്നവരുണ്ട്. പക്ഷേ പാവങ്ങൾ വചനം പ്രാപിക്കില്ല. അവർ ആത്മാവിൻ്റെ ശുദ്ധീകരണം പ്രാപിക്കും, ദേഹിയുടെ ശുദ്ധീകരണം പ്രാപിക്കും, സഭയിലായിത്തീരും, ദേഹം ശുദ്ധീകരിക്കപ്പെടും, സാക്ഷാലുള്ള ശുദ്ധീകരണം, ഇതെല്ലാം കഴിച്ചു മുമ്പോട്ട് പോകും. പക്ഷേ അപ്പോഴും അവരുടെ ഹൃദയത്തെ പിടിച്ചടക്കിയിരിക്കുന്ന ദോഷമുണ്ട്. അത് വിടില്ല. അത് വിടണമെങ്കിൽ അതിന് ഒറ്റ മരുന്നേ ഉള്ളൂ. ദൈവം കൽപ്പിച്ചിരിക്കുന്ന പ്രകാരം ദൈവം തൻ്റെ ജനത്തിന് വെച്ചിരിക്കുന്ന ഉപദേശം, അത് ഒരു മനുഷ്യനിലേക്ക് ചെല്ലുമ്പോൾ മാത്രമേ ഇത് ഇളകുള്ളൂ. അത് ഹൃദയപൂർവ്വം അനുസരിച്ചെടുക്കുമ്പോൾ അത് പുറത്തു പോകും. അവരെയാണ് കർത്താവ് തൻ്റെ വചനം ശുശ്രൂഷ പറയാൻ വേണ്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ എന്തായിത്തീരുന്നത്? ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിനോടൊപ്പം ഇരിക്കും. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാണ്.
ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനം 51-ാം സങ്കീർത്തനമാണ്. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ഒരു അപകടത്തിൻ്റെ, ആത്മീക അപകടത്തിൻ്റെ സന്ദർഭങ്ങളാണ്. അവിടെ ഇപ്പോൾ ദാവീദ് രാജാവ് ചെന്ന് വീണിരിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് മരണയോഗ്യനാണ്. ന്യായപ്രമാണ പ്രകാരം എല്ലിന് പകരം എല്ല്, പല്ലിന് പകരം പല്ല്, ജീവന് പകരം ജീവൻ. അവനൊരാളെ കൊന്നവനാണ്. ഇപ്പം അവൻ എന്ത് ചെയ്യണം? അവൻ്റെ ജീവനും അതുപോലെ തന്നെ പോകണം. ഇങ്ങനെ ഒരു ആപത്തിലാണ് വന്ന് വിചാരിക്കുന്നത്. അത് ശത്രു അതൊന്നും കൊണ്ടുപോയി ചാടിക്കുക. ഒരു മനുഷ്യനെ കുറിച്ചുള്ള ദൈവോദ്ദേശം അറിഞ്ഞ് ആ ഉദ്ദേശത്തിൽ എത്തിച്ചേരാതിരിക്കാൻ ശത്രു ചെയ്യുന്ന പണിയാണ്. അതിലെത്തിച്ച് ഇനി ഇതിൽ നിന്ന് ആർക്ക് രക്ഷിക്കാൻ കഴിയും? ഇനി ആർക്ക് ഇതിൽ നിന്ന് പിടിക്കാൻ കഴിയും? കാരണം വ്യവസ്ഥയാണ് മുഴുവനും. ന്യായപ്രമാണ വ്യവസ്ഥ അനുസരിച്ച് ദാവീദ് മരിക്കണം. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇവിടെ രക്ഷിക്കാൻ കഴിയാവുന്ന ഒരാളേ ഉള്ളൂ. ആരാണ്? അതിൻ്റെ 14-ാം വാക്യം വായിക്കും. 51 സങ്കീർത്തനം 51-14. എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് തന്നെ മനുഷ്യൻ വിശ്വാസത്തിൽ വന്ന് അവനെ രക്ഷിച്ചുകൊണ്ട് പോന്നു കഴിഞ്ഞാൽ അവൻ വീണ്ടും സാത്താൻ്റെ കണി വെച്ച് പാപത്തിലകപ്പെട്ട് കഴിഞ്ഞാൽ അവൻ അപകടത്തിലകപ്പെട്ട് ദൈവം വിചാരിക്കുന്ന, ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദേശത്തെത്താൻ സാധിക്കാതെ വണ്ണം അവനെ അപകടപ്പെടുത്തിയാൽ അവിടെ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളത് ഒറ്റയാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? രക്ഷയുടെ ദൈവം. ഇതിലേക്ക് വിളിച്ചവൻ, ഇതിലേക്ക് കർത്താവെ നീ എന്നെ എന്തിനു വിളിച്ചുകൊണ്ടു പോകും? നീ എന്നെ, ഞാൻ ഏത് നിലയിൽ ജീവിച്ചവനാണ്, നീ എന്നെ ഇതിലേക്ക് എന്തിനു വിളിച്ചുകൊണ്ടു പോകും? കർത്താവ് സ്തോത്രം. കർത്താവെ നീ എന്നെ വിടുവിക്കണം. ഏതെന്ന് വിടുവിക്കണം? രക്തപാതകത്തിൽ നിന്ന് വിടുവിക്കണം. കർത്താവ് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആ രക്തപാതകത്തിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ചു. അവനെ യഥാസ്ഥാനപ്പെടുത്തി ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം ഉദ്ദേശിച്ച സ്ഥാനത്ത് അവനെ എത്തിപ്പാനിടയായിട്ട്. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ വചനം പറയുന്നത് ദാവീദിന് രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു. ദൈവത്തിൽ തെറ്റുകാരനായി തീർന്നു. ഇതൊക്കെ ആയിട്ടും, ഇതെല്ലാം ആയിരുന്നിട്ടും ദൈവം അവനെ രക്ഷിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്തിച്ചേർന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മുടെ രക്ഷയുടെ ദൈവം ഒന്നുണ്ടായെന്ന് ഏത് സമയത്ത് നമ്മൾ ശിരസ്ത്രത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ശിരസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് പ്രകാരമാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്നും നമ്മെ കർത്താവ് വലിയൊരു ഉദ്ദേശത്തിലേക്ക് വിളിച്ചതാണെന്നും അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ രക്ഷിച്ച് കൊണ്ടുപോകുന്നതെന്നുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഏത് വാക്കിനും, ഏത് ചിന്തയ്ക്കും, ഏത് പ്രവൃത്തിക്കും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ല എങ്കിൽ നമ്മെ അപകടപ്പെടുത്തുവാൻ ശത്രു ഉണ്ടെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രക്ഷയുടെ ദൈവത്തോട് ചേർന്നിരുന്ന് കർത്താവ് നടത്തുന്ന വഴികളിൽ ആ മഹാതീരത്തെത്തിച്ചേരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. യേശു എന്നടിസ്ഥാനം ആശ്രയവനിലത്രേ, യേശു എന്നടിസ്ഥാനം ആശ്രയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ട് ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ട് ഞാനും. എത്ര മധുരമാവൻ നാമമെനിക്കു പാർത്ത, എത്ര മധുരമാവൻ നാമമെനിക്കു പാർത്ത, ഓർക്കുവരും തോറുമൻ ആദിമാനു പോകുന്നു, ഓർക്കുവരും തോറുമൻ ആദിമാനു പോകുന്നു. യേശു എന്നടിസ്ഥാനം ആശ്രയവനിലത്രേ, യേശു എന്നടിസ്ഥാനം